ആ ഒരു അനുഭവം ഞാൻ കേട്ടപ്പോൾ എനിക്കും വളരെ ഓർത്തിരിപ്പുണ്ടായി. ഞാനെത്തി അപ്പോൾ ഞാൻ പറയട്ടെ, അതിനുശേഷമുള്ള എല്ലാ ലെജൻഡറി ആയിട്ടുള്ള എല്ലാവരും ഇന്ന് വന്നിട്ടുള്ള എല്ലാവർക്കും വിനീതമായ നമസ്കാരം. ഞാൻ എൻ്റെ വൈഫിൻ്റെ ഒരു പ്രശ്നമാണ് പറയാൻ പോകുന്നത്. 27 വർഷമായിട്ട് എൻ്റെ വൈഫ് വളരെ അസുഖങ്ങൾ കൊണ്ട് എന്ന് പറഞ്ഞാൽ നടക്കാൻ വയ്യാത്തൊരവസ്ഥ, ഇരിക്കാൻ വയ്യാത്ത അവസ്ഥ, പിന്നെ ഇരുന്ന് കക്കൂസിൽ പോലും വയ്യാത്ത അവസ്ഥ ഉണ്ടായിരുന്നു. എന്നെ ഇതിനെ പ്രേരിപ്പിക്കാനായിട്ട് വന്ന എൻ്റെ എസ്തറ്റിക് എന്ന് പറഞ്ഞ സെൻ്ററാണ്. അദ്ദേഹം അവിടെ വന്ന് വന്നപ്പോൾ എൻ്റെ വൈഫ് ഏറിയ വന്നേക്കാൻ ഒരൊറ്റ ആൾ ഇവിടെ കയറ്റരുതെന്ന് പറഞ്ഞു. പക്ഷേ എനിക്കിത് പഠിക്കണമെന്നുണ്ടായിരുന്നു. കുറച്ച് കാര്യങ്ങൾ കേട്ടപ്പോൾ എനിക്കിത് ശരിക്കിത് ബോധ്യപ്പെട്ടു. ഒരുപാട് ഒരുപാട് ഗുണങ്ങളുള്ളതാണ് എല്ലാ തരത്തിലും. ഇതിൻ്റെ പ്രോഡക്ട്സ് ഉൾപ്പെടെയുള്ള എല്ലാ കാര്യത്തിലും ഒരുമാതിരി എൻ്റെ അറിവ് വെച്ച് നോക്കുമ്പോൾ കാണാൻ ഇപ്പം വിദ്യാഭ്യാസം കൊണ്ട് എംഎക്കാരനാണ്. അതുകൊണ്ട് അതിൻ്റെ തരത്തിലുള്ള വായിച്ച മനസ്സിലാവുന്നതുകൊണ്ട് ഞാനിത് പഠിച്ചപ്പോൾ എനിക്ക് കൊള്ളാമെന്ന് എനിക്ക് തോന്നി. എന്നിട്ട് ഞാനിത് പറയുമ്പോൾ വൈഫ് പറഞ്ഞ് വേണ്ട ആവശ്യമില്ലാത്തത് ഇറങ്ങിപ്പോയേക്കരുത്, പെണ്ണുങ്ങൾ വിളിച്ചിട്ട് അതിന് പുറകെ നടക്കരുത്, അങ്ങനെ ഇങ്ങനെ കാണുന്നു. ആ രീതിയിൽ സംഭവമൊക്കെ ചെയ്യും. പക്ഷേ സൂം മീറ്റിംഗ് ഉണ്ടെന്ന് പറഞ്ഞ ടീച്ചറിനോട് പറഞ്ഞു. ഇപ്പം ടീച്ചർ അത് കയറിയ കുറച്ച് ദിവസമായിട്ടുള്ളത്, അങ്ങനെ അതൊന്ന് കേൾക്കാൻ പറയും. ഞാനിത് കേൾക്കുമ്പോൾ ഭയങ്കര എനിക്ക് ഇൻട്രസ്റ്റ്. ഞാനിത് വെളുപ്പാങ്കാലത്ത് കുട്ടികൾക്ക് ട്യൂഷനൊക്കെ എടുക്കുന്നതുകൊണ്ട് ട്യൂഷൻ എടുക്കുന്ന വ്യക്തി കൂടായിരുന്നു. അപ്പം സ്കൂളിലൊക്കെ പഠിപ്പിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു നിലവാരം എനിക്ക് വെളുപ്പാങ്കാലത്ത് എഴുന്നേറ്റേ പറ്റൂ. കൊച്ചുനാൾ 2 വയസ്സുള്ളപ്പോൾ തന്നെ എൻ്റെ അച്ഛൻ വെള്ളം പറഞ്ഞെന്നെ എനിക്ക് രാവിലെ എഴുതി പഠിക്കുന്നുണ്ട്. ബുദ്ധിമാന്മാർ ഈ ലോകത്തിലെ ഏറ്റവും വലിയവരെല്ലാം ബുദ്ധിമാരാണ്. പക്ഷേ അച്ഛങ്ങളൊക്കെ കളയാനൊക്കെ പോകുന്നതാണ്. എനിക്ക് തന്നെ അന്ന് പറഞ്ഞതുകൊണ്ട് അച്ഛനൊക്കെ അടിച്ചു കൊടുക്കും വഴിക്ക് നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് വെളുപ്പം എഴുന്നേറ്റേ പറ്റും. അപ്പോൾ ഞാൻ ഈ സൂം മീറ്റിംഗ് കേട്ട് വൈഫ് ഇത് കേട്ട് കുറച്ചാണ്. കേട്ടപ്പോൾ വൈഫ് ഞാൻ ഓടിക്കഴിഞ്ഞാൽ ഞാൻ അടുക്കളയിൽ പോകത്തില്ല. അവിടെ അങ്ങ് ഇരിക്കുന്നത് ഹാളിലോ അടങ്ങും ഇരിക്കാൻ പറ്റില്ല. ഞാൻ അടുക്കള ചിമ്മിയുടെ കീഴിൽ ആ ഭാഗത്ത് മാറി ഇങ്ങിരുന്നു. എന്നിട്ട് അദ്ദേഹം അവർ ചായ ഇവിടെ കേട്ട് അവർക്കൊരു ഇൻട്രസ്റ്റ്. അങ്ങനെ ഇരുന്നപ്പോൾ സുപ്രഭാതത്തിൽ ഞാനെല്ലാ സമയം നോക്കിക്കൊണ്ട് ഇദ്ദേഹം അവിടെ വന്നു. മാഡം എന്നൊക്കെ വിളിച്ചിട്ട് കാര്യമൊക്കെ പറഞ്ഞിട്ട് മാഡം ഈ പ്രോഡക്റ്റ് കഴിക്കും, മാഡത്തിന് ചെറിയ അസ്വസ്ഥയും കൊണ്ടതോ പിന്നെ സാറ് പറഞ്ഞേ കേട്ടു എന്ന് പറഞ്ഞാൽ ഈ മുട്ടുപടക്കത്തില്ല. കോട്ടയ്ക്കൽ ആര്യവൈദ്യശാല എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും സുപ്രധാനമാണ്. ആരും അതിനെ കുറിച്ച് ശരിക്കുന്ന അവിടത്തെ 27 വർഷമായിട്ട് 1400 രൂപയുടെ 7 ദിവസത്തെ മരുന്ന്, വീണ്ടും 1400 രൂപയുടെ 7 ദിവസത്തെ മരുന്ന്, അങ്ങനെയാണ് 27 വർഷമായിട്ട് കഴിക്കുക. എൻ്റെ വൈഫാണെങ്കിൽ അവിടെ നല്ലൊരു ഹോസ്പിറ്റലിൽ ഒരു ജീവനക്കാരി കൂടായിരുന്നു. പക്ഷേ അവിടുത്തെ മരുന്നൊന്നും ഏറ്റില്ല. അവർ പറഞ്ഞ് അങ്ങനെ ഈ അവസാനം മുട്ട് മാറ്റി വെക്കേണ്ടി വരും. വീണ്ടും പറയുവാണ്, മുട്ട് മാറ്റി വെച്ചാൽ ചേച്ചി പിന്നെ കമ്പിടിച്ച് നടക്കേണ്ടി വരും, അതുകൊണ്ട് മാറ്റി വെക്കാതെ ഏതെങ്കിലും ആയുർവേദം നോക്കുക എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഈ പറഞ്ഞ 17-18 വർഷങ്ങളുകൊണ്ട് ഈ ഇദ്ദേഹത്തിൻ്റെ കോട്ടയ്ക്കൽ മരുന്ന് കഴിക്കുന്നത്. ആ ഒരു അവസരത്തിലാണ് ഇതേവരും ഉണ്ടെന്ന് അത് ഇട്ട് കൊടുത്ത് എന്തായാലും മാഡം ഇത് കഴിക്കുക, സാറ് അറിയാൻ പോണ്ട, കഴിച്ചു നോക്കുന്നത് എന്താണ് ഗ്ലൂഫിലും സ്പൈറലിലാണ് ഈ 2 അണ്ടേ കൊടുത്തുള്ളൂ. ഒരു 5 ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ ഈ സ്ലാബിൻ്റെ പുറത്തേക്ക് സ്ലാബിൻ്റെ പുറത്തേക്ക് ഇരിക്കുന്നു. ഞായറാഴ്ചയാണ്, ബുധനാഴ്ച കൊടുക്കുന്നു. അപ്പോൾ എൻ്റെ വൈഫ് താഴെ ഇങ്ങനെ ഇരുന്നിട്ട് കാലൊക്കെ തട്ടുന്നു. ഓണത്തിന് പോയി കഴിഞ്ഞ് ഇത്രയും വർഷങ്ങളായിട്ട് 5-8 വർഷം 10-40 വർഷമായിട്ട് ഓണത്തിന് പോലും ഞാൻ തറയിലിരുന്ന് ഊണ് കഴിക്കാത്തൊരു വ്യക്തി തറയിലിരുന്ന് കാലിട്ട് തട്ടുന്നു. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ എന്തെങ്കിലും ഇരുന്നടി ഞാനും ഇരുന്ന് അറിയാതെ. എന്നിട്ട് എന്ത് പറയാം, ഞാൻ കക്കൂസിലും പോയത്. ഞാൻ പറഞ്ഞ കക്കൂസിൽ പോയത് അറിയാൻ നിശ്ചയം അല്ല. ഞാൻ ഇത്രയും വർഷമായിട്ട് കക്കൂസിൽ ഇരുന്നിട്ടില്ലാന്ന് നമ്മൾ ആലോചിച്ച് ഞാൻ എനിക്കൊന്ന് പോയി ഇങ്ങനെ വെച്ചു. അപ്പൊ എനിക്ക് അതാണ് കേട്ടപ്പോൾ തന്നെ എനിക്ക് വിഷമം സന്തോഷം കൊണ്ട് ഞാൻ എൻ്റെ വൈഫിനെ കെട്ടിപ്പിടിച്ചു കുറച്ചൊരു കാലത്ത്. അപ്പൊ ആ ഒരു അനുഭവം എത്ര ഒരു 9,000-10,000 രൂപയ്ക്ക് ഇടയ്ക്കാണ് ഓരോ മാസവും ഫ്രൂട്ട്സും ഈ മരുന്നുകളും. അങ്ങനെയല്ലേ എനിക്ക് യാത്രയിൽ എന്തും തടവൊക്കെ അനുഭവം ഒരു സർവീസ് സെൻ്ററിൽ ജോലി ഇരിക്കണം. മറ്റേ അടുത്ത് പിരിഞ്ഞ ശേഷം ഈ അവിടെ ചെന്ന് പൊടിയൊക്കെ അടിക്കണം, പിന്നെ വണ്ടി കഴുകി കൊടുത്ത് തുടച്ചെടുക്കണം. ആ ജോലിയാണ്. അതൊരു 8 വർഷമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ 8 വർഷമായിട്ട് ചെയ്യുമ്പോഴും വൈകിട്ട് വരുമ്പോൾ എനിക്ക് ജോലിയാണ്. എണ്ണയിട്ട് ഞാനായിട്ട് തടവണം. ഈ ഇവിടുന്ന് കോട്ടയ്ക്ക് തന്നിരിക്കുക എണ്ണയിട്ട് ഞാൻ കടയിൽ കൊടുക്കണം. പിറ്റേന്ന് പോകണമെങ്കിൽ കാരണം 10-15 രൂപ കിട്ടുമല്ലോ എന്ന് വെച്ച് നമ്മൾ ബുദ്ധിമുട്ടുക. എന്നാലും കുഴപ്പമില്ല ചെയ്യുക. ആ ഒരു ഇത് കഴിഞ്ഞ ജനുവരിയിലാണ് ഈ സംഭവം. ജനുവരിക്ക് ശേഷം ദൈവത്തെ വിശ്വാസം ഉണ്ടെങ്കിൽ കേൾക്കുക, ദൈവത്തിലാണ് ഇതുവരെ എനിക്ക് തടവേണ്ടി വന്നിട്ടില്ല. പിന്നെ കോട്ടയ്ക്കലിൻ്റെ ഈ പറഞ്ഞ ആയിരം കഴിച്ചിട്ടില്ല. ഒരു തവണയും കഴിച്ചുള്ളായിരുന്നു. 5-ാമത്തെ ദിവസം റിസൾട്ട് കിട്ടിയത് 5-ാമത്തെ ഒരാഴ്ച എടുത്തില്ല. 5-ാമത്തെ ദിവസമാണ് റിസൾട്ട് വന്നത്. കൂടാതെ ഓരോ 2.5 മാസം അല്ലെങ്കിൽ 3 മാസം ഇടയ്ക്കും വൈഫിനെ ഞാൻ ആട്ടയിൽ കൊണ്ടുപോകണം. കണ്ണടച്ചാൽ കിടക്കുക. എന്താണ് കണ്ണ് ബ്ലഡ് കുറഞ്ഞതിൻ്റെ
അങ്ങനെ അത് നാട്ടിൽ കൊണ്ട് പോയിട്ട് ഞാൻ ട്രിപ്പിട്ടിട്ട് ശരിക്കും അത് 2 ദിവസം അവിടെ കാത്തിരിക്കണം. അതൊരു 1.5 മാസം കൂടി കഴിഞ്ഞ 5-8 വർഷങ്ങളുള്ള അനുഭവമാണത്. അപ്പൊ ഇത് മിറാക്കിളാണോ മറ്റെന്തോണെന്ന് പറയാൻ അതിന് അപ്പുറം എന്തെങ്കിലും വാക്കുകളുണ്ടെങ്കിൽ പറയുക. അത്രയും വിശിഷ്ടമായിട്ടും അത്രയും നല്ല എഫക്റ്റുള്ള ഒരു പ്രോഡക്റ്റ് ആണ്. മറ്റെങ്ങും നമ്മൾ കണ്ടില്ല, ഒരു ഹോട്ടലിന്റെയും വേണ്ട. ഇത് ഉള്ളിടത്തോളം കാര്യം ഞങ്ങൾ ഇത് തന്നെ ഉപയോഗിക്കും. കാരണം ഇപ്പൊ 2 മാസമേ ഉപയോഗിച്ചുള്ളൂ. പക്ഷേ ഇരിക്കുകയാണ് ഇപ്പൊ. അതുപോലെ വണ്ടിയിലൊക്കെ വരുന്നത് കയറാനൊക്കെ കാലം മുട്ട് വളർന്നിട്ടില്ലായിരുന്നു. ഇപ്പൊ എല്ലാ വണ്ടിയിലും കയറും. കാരണം ഫാസ്റ്റിനൊക്കെ പോകണമെങ്കിൽ ഒരു 10-25 കിലോമീറ്റർ ജോലിക്ക് പോകണമേ നമ്മുടെ സ്ഥലത്തുനിന്ന്. അപ്പൊ അവിടെ പോകണമെങ്കിൽ 2 വണ്ടി കയറണം. ഫാസ്റ്റിൽ കയറി പോകണം. ഫാസ്റ്റിലോട്ട് പൊരുന്നവരൊക്കെ പോകണമെങ്കിൽ ഫാസ്റ്റിൽ കയറി പോകണമെങ്കിൽ വലിയ സ്റ്റെപ്പുകൾ കയറണം. അതായത് ഒഴിഞ്ഞു മാറിക്കും. ഇപ്പൊ എന്നോട് ഒരു ദിവസം പറയാം, ഞാനിപ്പോ പിന്നെ ഫാസ്റ്റിലേക്ക് കയറും. എന്ത് കാര്യം ജോലി സപ്പോർട്ട് ടീച്ചർ കൊണ്ടുവന്ന് ഞാനത് കഴിച്ചപ്പോൾ എനിക്ക് കുഴപ്പമില്ല. എത്ര ദിവസം കഴിച്ചു? ഞാൻ 2ാമത്തെ ദിവസം തന്നെ എനിക്ക് കുഴപ്പമില്ല. ഇപ്പൊ എനിക്ക് കുഴപ്പമില്ലെന്നാണ്. അപ്പൊ ജോലി സപ്പോർട്ട് അപ്പൊ പറയുന്നത് ഓരോന്നും ഓരോ പ്രോഡക്റ്റ് ഇവിടെ ഈ നമ്മളെയൊക്കെ സ്നേഹിക്കുന്ന നമ്മളെയൊക്കെ സാറന്മാരെ പറയുന്ന ഓരോ കാര്യം കറക്റ്റ് ആണെന്ന് എന്റെ വിശ്വാസം. എന്റെ ഈ പ്രായത്തിനനുസരിച്ച് ഇതുപോലെ നമ്മൾ എത്രയോ സാധനങ്ങൾ എന്തെല്ലാം ഇവിടെ നിന്നെല്ലാം കഴിച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് ഉപ്പും മുളകൊക്കെ പല കടയിൽ പല സൈസിലെ കമ്പനിയിലെ പലതുണ്ട്. പല സൈസിലെ മുളക് പൊടി കിട്ടും, അല്ലെങ്കിൽ പല സൈസിലെ ബിസ്ക്കറ്റ് ഉണ്ട്. എന്നതുപോലെ ഈ പ്രോട്ടീൻസ് പലതരത്തിലുള്ള വന്നിട്ടുണ്ടെങ്കിലും ഇതുപോലൊരു മനസ്സുള്ള കമ്പനി എന്ന് പറഞ്ഞ വാസ്തവമാണത്. എന്റെ പറഞ്ഞാൽ എന്റെ ഭാര്യയുടെ ജീവനാണ് എനിക്ക്. കാരണം നമ്മൾ ഒളിച്ചോ കാത്ത സമയത്തിന് ഏതായാലും അവർ ജോലി കഴിഞ്ഞ് വന്നിട്ട് പാചകം ചെയ്ത് തന്നെങ്കിൽ നമുക്ക് കഴിക്കാൻ പറ്റത്തുള്ളൂ. ആ ഒരു ഇതിൽ വെച്ചാണ് ഞാൻ എന്റെ വൈഫിനെ ഞാൻ തലവാനെടുക്കാനൊക്കെ